യൂറോപ്യൻ രാജ്യങ്ങൾ അനിയന്ത്രിത കുടിയേറ്റം നേരിടുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ ചട്ടങ്ങൾ പുതുക്കാൻ UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയായ ECHRന്റെ കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന അന്തർദേശീയ ചർച്ചകൾ സ്ട്രാസ്ബർഗിൽ നടന്നുവരികയാണ്. അനധികൃത കുടിയേറ്റം തടയാനും അതിർത്തി നിയന്ത്രണം ശക്തമാക്കാനും നിയമങ്ങൾ പുതുക്കാനുള്ള ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് UK, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ആശയവിനിമയത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ചർച്ചകൾ വിജയിച്ചാൽ മനുഷ്യാവകാശ കരാറിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാകുമെന്നാണ് വിലയിരുത്തൽ. UKയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡേവിഡ് ലാമി നേതൃത്വം നൽകുന്ന സംഘം ECHRൽ തുടരുമെന്ന ഉറപ്പു നൽകിക്കൊണ്ടാണ് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലെ നിയമങ്ങൾ കാരണം ചില അനധികൃത കുടിയേറ്റക്കാരെ തിരികെ അയക്കുന്നതിൽ തടസ്സമുണ്ടാകുന്നു എന്നതാണ് UK ഉയർത്തുന്ന മുഖ്യവാദം. യൂറോപ്പിന് പുറത്തുള്ള സുരക്ഷിത രാജ്യങ്ങളിൽ റിട്ടേൺസ് ഹബ്ബുകൾ തുറന്ന് അവകാശമില്ലാത്തവരെ താമസിപ്പിക്കാനുള്ള നിർദ്ദേശവും ചർച്ചയിലുണ്ട്. ഡെൻമാർക്കും ഇറ്റലിക്കുമൊപ്പം 9 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ മനുഷ്യാവകാശ ചട്ടങ്ങൾ പുതുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 8 എന്നീ വ്യവസ്ഥകൾ കുടിയേറ്റ കേസുകളിൽ എങ്ങനെ പ്രയോഗിക്കണം എന്നതാണ് പ്രധാന പരിഗണന. വരാനിരിക്കുന്ന മെയ് മാസത്തോടെ അംഗരാജ്യങ്ങൾ ചേർന്ന് ഒരു പൊതുരാഷ്ട്രീയ പ്രസ്താവന തയ്യാറാക്കുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.